4 വർഷമായി ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച യുദ്ധം റഷ്യ ഉക്രൈൻ യുദ്ധമായിരുന്നു. 3 വർഷം കഴിഞ്ഞു. 4ാം വർഷത്തിലേക്ക് ഈ യുദ്ധം കടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എപ്പോൾ അവസാനിക്കുമെന്നുള്ള നിരവധി ചോദ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോഴാണ് അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു അറിയിപ്പ് നടത്തി. ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണ്, ഏതൊരു കണ്ടീഷനും ഇല്ലാതെ സമാധാന ചർച്ച തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന അറിയിപ്പ് നൽകി. അപ്പോൾ റഷ്യയുടെ പക്കൽ നിന്നും ഇങ്ങനൊരു അനൗൺസ്മെന്റ് വന്നത് പോസിറ്റീവായ ഒരു സൈനാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ യുദ്ധം അങ്ങനെ അവസാനിക്കുന്നതിനോട് ഈ ലോകത്തിലെ ചില രാജ്യങ്ങൾക്ക് അത്ര താല്പര്യം കാണില്ല, പ്രധാനമായും വെസ്റ്റേൺ പാർട്ട്നേഴ്സിന്. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ? ഇത് എങ്ങനെയുള്ള ഒരു പോസിറ്റീവ് സൈനാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി പറയാം. നാറ്റോ എന്ന സംഘടന ആവശ്യമില്ലാതെ അവർ നാറ്റോയിൽ ഉക്രൈനെ ചേർക്കാമെന്നുള്ള ഒരു ആഗ്രഹം കൊടുത്തു. ഇല്ല, ഇവിടെ നാറ്റോയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. റഷ്യയുടെ പക്കൽ നിന്നും ഉക്രൈനെ വേർപിരിക്കണം എന്നുള്ളതിന് വേണ്ടി 2014 തന്നെ ഉണ്ടായ ഒരു യുദ്ധമായിരുന്നു ഇത്. 8 വർഷമായി വളരെ സമാധാനത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു ഷാഡോ വാറായി നടന്നുകൊണ്ടിരുന്നത് 2022 ഒരു പൂർണ്ണ യുദ്ധമായി മാറി. പക്ഷേ റഷ്യ ഇപ്പോഴും സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ റഷ്യയുടെ കാഴ്ചപ്പാടിൽ തന്നെ നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൂർണ്ണ യുദ്ധം അല്ല. 2022 ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ ചുരുക്കം ചില ദിവസത്തിൽ ഈ ഒരു യുദ്ധം അവസാനിക്കാനുള്ള എല്ലാ പോസിറ്റീവായ അപ്രോച്ചും റഷ്യയുടെ പക്കൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ശരിയാവുക? റഷ്യ പോസിറ്റീവ് അപ്രോച്ച് കാണിച്ചോ? അങ്ങനെ അവർ എന്താണ് കാണിച്ചത്? ഇവിടെ എന്തിനാണ് വെറുതെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു പക്ഷെ ചിലരെങ്കിലും ചിന്തിക്കാം. റഷ്യ സത്യത്തിൽ അവിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു അപ്രോച്ച് നടത്തിയിരുന്നു. 2022 ഇസ്താൻബുളിൽ വെച്ച് തുർക്കിയുടെ തലസ്ഥാനത്ത് വെച്ച് നടന്ന ഒരു ചർച്ചയിൽ ഏതാണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അപ്പോൾ തന്നെ അവസാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ നോക്കി റഷ്യൻ സൈന്യം വന്നുകൊണ്ടിരുന്നപ്പോൾ ഇല്ല, ആവശ്യമില്ല, ഇപ്പോഴത്തേക്ക് നമുക്കിത് ഹാൾ ചെയ്യാം, എത്രയും പെട്ടെന്ന് നമുക്കിത് ചർച്ചകളിലൂടെ അവസാനിപ്പിക്കാമെന്ന് ഉക്രൈൻ വഴി റഷ്യയോട് സംസാരിച്ചതും പിന്നീട് റഷ്യയെ മുതുകിൽ തന്നെ കുത്തിയതും അപ്പോഴുള്ള UK ആയിരുന്നു. ആ സമയത്തെ ബോറിസ് ജോൺസൺ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും പാശ്ചാത്യ രാജ്യങ്ങൾ അതിൽ ഒട്ടും തന്നെ താല്പര്യം കാണിച്ചില്ല. ഇതിനുശേഷം ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിരവധി പ്രശ്നങ്ങൾ വന്നു. ഈ സംഭവത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് ഇടയ്ക്കിടെ പറയുന്ന ഒരു കാര്യം, ഇനി ഞങ്ങൾ വെസ്റ്റേൺ പാർട്ട്നേഴ്സിനെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം തുടക്കം മുതൽ തന്നെ അവർ റഷ്യക്ക് ചെയ്തതെല്ലാം വഞ്ചനാപരമായ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞ പുടിൻ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരണം? ഒന്നുകിൽ റഷ്യക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചത് കൊണ്ടാണോ? ഇനി അതല്ലെങ്കിൽ എന്ത് കാരണത്തിന് വേണ്ടിയാണോ റഷ്യ അകത്തേക്ക് കടന്നത് അത് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണ് കാരണം എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. റഷ്യക്ക് ഇതിൽ വിജയം എന്താണ്? റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, റഷ്യക്ക് ഇതിൽ എന്താണ് വിജയം? അല്ലെങ്കിൽ ഈ യുദ്ധം നടത്താനുള്ള റഷ്യയുടെ പ്രധാനപ്പെട്ട കാരണം ഭൂപ്രദേശത്തെ ആക്രമിക്കുകയാണോ? ഇല്ല. അല്ലെങ്കിൽ ഉക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണോ? അതും അല്ല. ഇനി സെലൻസ്കിയെ കൊല്ലണമോ? അതും അല്ല. അവരുടേത് വളരെ ചെറിയൊരു ആവശ്യം മാത്രമായിരുന്നു. റഷ്യ അവിടെ ഒരു റിക്വസ്റ്റ് ആയിട്ടായിരുന്നു അവരുടെ ആവശ്യം പറഞ്ഞത്, ഒരു ഡിമാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ടല്ല പറഞ്ഞത്. വെസ്റ്റേൺ കൺട്രീസിനോട് അദ്ദേഹം ഒരു റിക്വസ്റ്റ് കൊടുത്തു, നിങ്ങൾ ഉക്രൈനെ ന്യൂട്രൽ സ്റ്റാൻഡിൽ വിടുക, ഉക്രൈന് നാറ്റോ മെമ്പർഷിപ്പ് നൽകണ്ട, അവർ സാമ്പത്തികമായി വളരണം എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് യൂറോപ്യൻ യൂണിയനിൽ ഒരു മെമ്പറാക്കിയാൽ മതി. എന്നാൽ നാറ്റോയെ ഏതൊരു കാരണം കൊണ്ടും ഉക്രൈനുള്ളിൽ അനുവദിക്കുകയില്ല. ഉക്രൈനുള്ളിൽ നാറ്റോ ആയുധങ്ങൾ വരാൻ പാടില്ല എന്നുള്ളത് മാത്രമായിരുന്നു റഷ്യയുടെ ഒരു വലിയ റിക്വസ്റ്റ്. ഇത് ഞാൻ വീണ്ടും പറയാം, റഷ്യയുടെ ഒരു റിക്വസ്റ്റ് മാത്രമായിരുന്നു അത്. പക്ഷെ ഇതൊന്നും ഉക്രൈൻ ആ സമയം കേട്ടില്ല. അപ്പോൾ റഷ്യയുടെ ആഗ്രഹങ്ങൾ അവിടെ എന്താണ് സഫലമായത്? ഒരുപാട് നഷ്ടം റഷ്യൻ സൈഡിൽ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പുടിൻ ഇത്രയും നഷ്ടം സംഭവിച്ചത് കൊണ്ടാണോ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്? അങ്ങനെ ചോദിച്ചാൽ വാർ ഫാക്ടർ എന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരേ കാര്യം തന്നെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയല്ല എന്ന ഒരു നോർമലൈസേഷൻ അവിടെ സംഭവിക്കും. ഇത് സൈനികർക്ക് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് റഷ്യൻ സൈനികർക്കും. ഇവിടെ റഷ്യ 4 പ്രദേശങ്ങളെ ഒക്കുപ്പൈ ചെയ്യുന്നതിന് ഒരുപാട് വില നൽകി എന്നൊക്കെ പറഞ്ഞാലും റഷ്യക്ക് അവിടെ കൂടുതലായിട്ടുള്ള ഒരു ആക്സസ് ലഭിച്ചു. പ്രധാനമായും ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഡോൺബോസ് പ്രദേശത്താണ്. ഡൊണറ്റ്സ്, ലുഹാൻസ് പ്രദേശം, ഈ 2 പ്രവിശ്യയും ചേർന്നതാണ് ഡോൺബോസ്. ഈ ഡോൺബോസിലെ 94% പ്രദേശവും റഷ്യൻ നിയന്ത്രണത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ റഷ്യൻ സൈന്യം അവിടെയുള്ള മുഴുവൻ ഫൈറ്റിംഗ് ഹൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ എത്നിക് റഷ്യൻസിന് എവിടെയാണോ പ്രശ്നം സംഭവിച്ചത് അത് റഷ്യ എപ്പോഴാണോ സോൾവ് ചെയ്തത് അതപ്പോൾ റഷ്യയുടെ പ്രദേശമായി തന്നെ മാറി. രണ്ടാമത്തേത് 2014 ക്രീമിയെ
2014 തന്നെ ക്രീമിയ എടുത്തതുകൊണ്ട് അമേരിക്കയുടെ പ്രസൻസ് അല്ലെങ്കിൽ നാറ്റോയുടെ പ്രസൻസും കരിങ്കടലിലേക്ക് കൂടുതൽ വരില്ല. എന്നാൽ അവിടെ തുർക്കി മാത്രമാണ് ആ കരിങ്കടൽ ആക്സസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു നാറ്റോ രാജ്യം. പക്ഷേ റഷ്യയുമായി അവർക്ക് പ്രധാനപ്പെട്ട ഗെയിമുകളൊന്നും കളിക്കാൻ കഴിയില്ല. റഷ്യയ്ക്കും തുർക്കിക്കും ഇടയിൽ ഒരുപാട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. തുർക്കി ഇവിടെ നല്ലവനാണെന്ന് പറയാൻ സാധിക്കില്ല. തുർക്കി എല്ലാ സ്ഥലങ്ങളിലും തലയിട്ട് ഒരുപോലെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇവരെ കൊണ്ട് ഏതൊരു സൈഡും നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ സൈഡിൽ നിൽക്കൂ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടൈസ് അത്രത്തോളം ഇടപിണഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്കുണ്ടായ നഷ്ടങ്ങൾ കാരണം ഒരു സീസ് ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവരുടെ പ്രൈമറി ഗോൾസ് എല്ലാം അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷ്യയ്ക്ക് ഭൂപ്രദേശവും ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു റീജിയനായ ഡോൺബോസും ലഭിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ സ്റ്റേഷനായ സാബ്രോസിഷ്യൻ ലഭിച്ചിട്ടുണ്ട്. ഉക്രൈന്റെ പക്കൽ ഉള്ളതിൽ വെച്ച് കൂടുതൽ നാച്ചുറൽ സോഴ്സസും ഇപ്പോൾ റഷ്യൻ കൈകളിൽ വന്നിട്ടുണ്ട്. ഈ യുദ്ധത്തിന് റഷ്യൻ ചിലവാക്കിയതിനേക്കാൾ 100% ലാഭം ഇപ്പോൾ റഷ്യക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ റഷ്യക്ക് ഇതൊരു വലിയ വിജയമാണോ? നഷ്ടമൊന്നുമില്ല എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു നുണ പറഞ്ഞാൽ ശരിയാകില്ല. റഷ്യക്ക് ഇതിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, പ്രധാനമായും മാൻ പവർ ലോസ്. പക്ഷേ റഷ്യയുടെ ആർമി സൈസും ഉക്രൈൻ്റെ ആർമി പവറും കമ്പയർ ചെയ്യുമ്പോൾ റഷ്യക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു നഷ്ടങ്ങളെക്കാൾ ഉക്രൈൻ്റെ ആർമിക്കാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഒരു ഹെവി ലോസ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 2-3 വർഷം ഈ ഒരു യുദ്ധം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഉക്രൈനിൽ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറയും. ഇതിനകം ഈ 2ാം ലോക മഹായുദ്ധ സമയത്ത് കൂടുതൽ മിലിറ്ററി സൈനികരെ നഷ്ടപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ പുരുഷന്മാരെ നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പെടുന്നു. അതൊക്കെ നമുക്കറിയാം. അവരുടെ പോപ്പുലേഷൻ തന്നെ പിന്നീട് ഡിക്രീസ് ആകാൻ തുടങ്ങും. ഇതൊരു വലിയ എക്സ് ഫാക്ടറായി ഉക്രൈന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റഷ്യ അപ്രോച്ച് ചെയ്യുന്നത് ഒരു സമാധാന ചർച്ചയാണ്. പക്ഷെ ഉക്രൈൻ പറയുന്നത് 30 ദിവസത്തെ സീസ് ഫയർ ടോക്കിന് നിങ്ങൾ ആദ്യം സമ്മതിക്കുക. സീസ് ഫയർ ടോക്കിന് 30 ദിവസത്തേക്ക് ഒരു താൽക്കാലിക സീസ് ഫയർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സത്യത്തിൽ പുടിൻ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സമാധാന ചർച്ച നടത്തണം എന്ന് പറയുന്നത്. സമാധാന ചർച്ച, നെഗോസിയേഷൻ ടേബിളിൽ ഇരുന്നാൽ മാത്രമേ ആർക്കൊക്കെ എന്തൊക്കെ താല്പര്യം ഉണ്ട്, ആർക്ക് ഇവിടെ എന്തെടുക്കണം, ആരെന്ത് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു, ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഉക്രൈൻ അത് അംഗീകരിക്കുന്നത് പോലെ തോന്നില്ല. ഉക്രൈൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. ഈ 30 ദിവസത്തെ സീസ് ഫയറിന് പുടിൻ സമ്മതിച്ചാൽ മാത്രമേ ഞങ്ങൾ അടുത്ത ഘട്ട ചർച്ചയെ നോക്കി പോവുകയുള്ളൂ. സത്യത്തിൽ ഈ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അമേരിക്കയും ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഉക്രൈൻ്റെ സ്പെഷ്യൽ എൻവോയ്, അമേരിക്കയുടെ എൻവോയ് പറഞ്ഞത് പുടിൻ ഈ 30 ദിവസത്തെ സീസ് ഫയറിന് സമ്മതിച്ചില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഉക്രൈനെ ഈ ഒരു പീസ് ടോക്കിന് അയക്കില്ല. ഉക്രൈൻ ഈ പീസ് ടോക്കിന് തീർച്ചയായും പോകില്ല എന്നൊരു കാര്യം പറഞ്ഞു. നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, റൂട്ട് കോസ്. ഒരു പ്രശ്നത്തിന്റെ മൂല കാരണം ആദ്യം കണ്ടെത്തണം. ആ പ്രശ്നം അവസാനിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ പ്രശ്നം അവസാനിപ്പിക്കാം എന്നൊരു രീതിയിലാണ് റഷ്യ വിളിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് ആ വഴിയല്ലേ, അതങ്ങനെ പോട്ടെ, അതാരും ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് ടെമ്പററി സീസ് ഫയറിനെ കുറിച്ചുള്ള ഉത്തരമാണ് ആദ്യം അറിയേണ്ടത്. സത്യത്തിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ചാൽ യുദ്ധം തന്നെ നടക്കില്ലല്ലോ. യുദ്ധം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സീസ് ഫയർ, എന്തിനാണ് ടെമ്പററി സീസ് ഫയറിനെ കുറിച്ചുള്ളൊരു ചർച്ച? അപ്പോൾ ഉക്രൈൻ ഇവിടെ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേ അല്ല. ഈ വെസ്റ്റേൺ സൈഡ് ലീഡേഴ്സ് എന്തൊക്കെയാണോ പറയുന്നത് അത് കേട്ട് നടക്കുന്ന ഒരു പാവ മാത്രമാണ് ഇപ്പോൾ ഉക്രൈൻ. ഈ അമേരിക്കയുടെ മിനറൽ ഡീൽ സൈൻ ആയതിനു ശേഷം അമേരിക്ക ഇപ്പോൾ ഇതിൽ യാതൊരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. എന്നാൽ ഒരു ചെറിയ ഹിന്റ് നൽകിയിട്ടുണ്ട്. മെയ് മാസം 15-ാം തീയതി ഒരു ചർച്ച നടത്താൻ തുർക്കി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 15-ാം തീയതി പീസ് ടോക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായി ഞാനൊരു മീഡിയേറ്ററായി നിൽക്കാം എന്ന് തുർക്കി പറഞ്ഞു. അന്ന് അതേ തുർക്കിയിൽ വെച്ച് നാറ്റോയുടെ മിനിസ്ട്രീസിൻ്റെ ഒരു മീറ്റിംഗും ഉണ്ട്. ഇൻഫോർമൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻഡയറക്റ്റായി നാറ്റോയും ഈ ഒരു പീസ് ടോക്സിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അറിയാവുന്നിടത്തോളം ഉക്രൈൻ ഇതൊരു നല്ലൊരു ചാൻസ് ആണ്. ഇത് വിടുകയാണെങ്കിൽ പിന്നെ ഒരു ചാൻസ് കിട്ടില്ല. കാരണം പുടിൻ ഇതിനകം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഉക്രൈനുമായി ഞങ്ങൾ സംസാരിക്കില്ല എന്ന്. പക്ഷെ അദ്ദേഹം തന്നെ ഇപ്പോൾ ഇറങ്ങി വന്ന് നഷ്ടമുണ്ടായിട്ടുണ്ടോ ഇല്ലയോ അതൊക്കെ മാറ്റിവെക്കാം. പക്ഷേ അദ്ദേഹം തന്നെ ഇപ്പോൾ താഴെ ഇറങ്ങി വന്ന് ഒരു സമാധാന ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ അത് ഉക്രൈൻ തീർച്ചയായും മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആ പിടി ഇപ്പോഴും വിടുകയാണെങ്കിൽ 2022 സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. ആ സമയത്ത് ഉക്രൈന് പുറകിൽ ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ UK ഉണ്ടായിരുന്നു, ബൈഡൻ ഉണ്ടായിരുന്നു. തോളോട് തോള് ചേർത്ത് പിടിച്ച് ഞാനുണ്ട്, നീ യുദ്ധം ചെയ്തോ എന്ന് അന്ന് ബൈഡൻ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെ അല്ലല്ലോ. ധാതു വിഭവങ്ങൾ മാത്രം മതി, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അമേരിക്കയുടെ ഒരു അപ്രോച്ച്. അപ്പോൾ യൂറോപ്യൻ യൂണിയനും ഏറെ ദിവസം ഉക്രൈനെ കൈകാര്യം ചെയ്യാനും സാധിക്കില്ല. ഇവിടെ സെലൻസ്കിക്ക് നല്ലൊരു ചാൻസാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് കൈവിടുകയാണെങ്കിൽ വീണ്ടും ഒരു 2-3 വർഷം ഇങ്ങനെ യുദ്ധം നീണ്ടുകൊണ്ടുപോയാൽ പോലും ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല.
എന്നാൽ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ റഷ്യയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉക്രൈന് ഒരിക്കലും പരിഹരിക്കാനാകാത്ത നഷ്ടമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തീർച്ചയായും ഈ യുദ്ധത്തിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഇതിനകം പല തവണ പീസ് ടോക്സ്, നെഗോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് പല രാജ്യങ്ങൾ റഷ്യ വഞ്ചിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു പീസ് ടോക്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.